ഒരു 19 വയസ്സുകാരൻ ഫുട്ബോൾ കളിക്കാനായി ടർഫിലേക്ക് പോയി. ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു പ്ലെയറുമായിട്ട് തട്ടി അവൻ തലയിടിച്ച് നിലത്തേക്ക് വീണു. അവൻ ഉണർന്നത് ഒരു ഹോസ്പിറ്റൽ ICUവിൽ തലയിലും ശരീരത്തുമെല്ലാം വളരെയധികം പരിക്കുകളോടെയായിരുന്നു. ചികിത്സയുടെ ഭാഗമായിട്ട് അവൻ അവിടെ ഒരു നേഴ്സിനെ പരിചയപ്പെട്ടു. ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ആ നേഴ്സ് അവനോട് വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു. ഡിസ്ചാർജിന് ശേഷവും അവർ എന്നും തമ്മിൽ സംസാരിക്കുമായിരുന്നു. അങ്ങനെ അവർ സ്നേഹത്തിലായി. ഒരു വർഷത്തിന് ശേഷം തന്നെ അവരൊരു കല്യാണം കഴിച്ച് ഒരു ചെറിയ വീട്ടിലേക്ക് മാറി. അങ്ങനെ പോകെ അവർക്ക് 2 കുട്ടികളുണ്ടായി, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. പെൺകുഞ്ഞ് അവൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉറങ്ങുകയുള്ളായിരുന്നു. അങ്ങനെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 10 വർഷങ്ങൾ കടന്നുപോയി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവൻ അവൻ്റെ ലിവിംഗ് റൂമിൽ ഒരു ലാമ്പ് ഇരിക്കുന്നത് കണ്ടത്. അതൊരു റെഡ് കളറിൽ സ്ക്വയർ ഷേപ്പിലുള്ള ലാമ്പായിരുന്നു. ആ ലാമ്പ് വാങ്ങിയതായി അവൻ ഓർക്കുന്നില്ല. പക്ഷെ അതിലേക്ക് നോക്കും തോറും ആ ലാമ്പിന് എന്തോ പ്രശ്നമുള്ള പോലെ അവന് തോന്നി. ആ ലാമ്പിലേക്ക് അവൻ കുറേ നേരം നോക്കിയിരുന്നപ്പോൾ ആ ലാമ്പ് റിയൽ അല്ല എന്ന് അവന് തോന്നി. പെട്ടെന്ന് അവൻ്റെ തലയെല്ലാം ചുറ്റാൻ തുടങ്ങി. അവനിരുന്ന റൂമെല്ലാം ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവന് ബോധം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നപ്പോൾ അവന് കാണാൻ സാധിച്ചത് അതേ ഹോസ്പിറ്റലും അവൻ്റെ തലയിലും ശരീരത്തുമെല്ലാം അതേ പരിക്കുകളും. പക്ഷേ സത്യത്തിൽ ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം 3 ദിവസമേ ആയിട്ടുള്ളൂ. ആ ഹോസ്പിറ്റലിൽ അവൻ കണ്ട നേഴ്സും ഇല്ലായിരുന്നു, അവൻ്റെ ഭാര്യയും ഇല്ലായിരുന്നു, കുട്ടികളുമില്ലായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 10 വർഷങ്ങൾ വെറും 3 ദിവസത്തെ സ്വപ്നം മാത്രമായിരുന്നു എന്ന് അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ ആ ഹോസ്പിറ്റലിൻ്റെ കോർണറിലേക്ക് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേ റെഡ് കളർ സ്ക്വയർ ഷേപ്ഡ് ലാമ്പ് കണ്ടു. പക്ഷേ ഇത്തവണ ആ ലാമ്പ് റിയൽ ആയിരുന്നു എന്ന് മാത്രം.